ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിഗ്രഷൻ്റെ പ്രോബ്ലം പാർട്ടാണ്. മറ്റേ ഗ്രാഫിക്കലി കണ്ടുപിടിക്കാനുള്ള 2 മെത്തേഡ് നമ്മൾ പഠിച്ചു. ഇനി മൂന്നാമത്തേതാണ് ലൈൻസ് ഓഫ് റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലൈൻസ് ഓഫ് റിഗ്രഷൻ മെയിനായിട്ട് 2 എണ്ണമാണുള്ളത്. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സും. നമ്മൾ പറഞ്ഞു റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോൺ വാല്യൂയിൽ നിന്ന് ഒരു അൺനോൺ വാല്യൂ കണ്ടുപിടിക്കുന്നതാണ് റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അത് നമുക്ക് 2 വേരിയബിൾസ് ഉണ്ടാവും, എക്സ് എന്ന് പറഞ്ഞ വേരിയബിളും വൈ എന്ന വേരിയബിളും. എക്സ് തന്നിട്ട് വൈ കണ്ടുപിടിക്കാം, വൈ തന്നിട്ട് എക്സ് കണ്ടുപിടിക്കാം. സോ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൻ്റെ വാല്യൂ തന്നിട്ടുണ്ടാവും, എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. നെക്സ്റ്റ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം, എക്സിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ട് ഉണ്ടാവും. സോ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ കാണാനും വൈ ഓൺ എക്സ് കാണാനും ഡിഫറെൻ്റ് ആയിട്ട് 2 ടൈപ്പ് ഇക്വേഷനാണ്. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ. എക്സ് ഓൺ വൈ കാണാൻ എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. സോ എക്സ് ബാർ എന്താ നിങ്ങൾക്കറിയാം, മീൻ ദാറ്റ് ഈസ് സിഗ്മ എക്സ് ബൈ എൻ. വൈ ബാറും അറിയാം, സിഗ്മ വൈ ബൈ എൻ. സോ ആവറേജ്. നെക്സ്റ്റ് അറിയാത്തത് ബി എക്സ് വൈ ആണ്. ബി എക്സ് വൈ എന്ന് പറയുന്ന ബി എക്സ് വൈ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് 2 തരത്തിൽ ബി എക്സ് വൈ കണ്ടുപിടിക്കാം. ഒന്ന് ആർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. അല്ല എന്നുണ്ടെങ്കിൽ ഇതാണ് മെയിനായിട്ടുള്ള ഇക്വേഷൻ, എൻ സിഗ്മ ഡി എക്സ് ഡി വൈ മൈനസ് സിഗ്മ ഡി എക്സ് ഇൻറ്റു സിഗ്മ ഡി വൈ ഡിവൈഡഡ് ബൈ എൻ സിഗ്മ ഡി വൈ സ്ക്വയർ മൈനസ് സിഗ്മ ഡി വൈ ഹോൾ സ്ക്വയർ. ഏകദേശം കോറിലേഷൻ്റെ ഇക്വേഷനുമായിട്ട് സെയിം തന്നെയാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ബി എക്സ് വൈ കണ്ടുപിടിക്കേണ്ടത്. ഇതേപോലെ തന്നെ വൈ ഓൺ എക്സിലേക്ക് വരുമ്പോൾ അവിടെ ഇക്വേഷനിൽ ബി എക്സ് വൈൻ്റെ സ്ഥാനത്ത് ബി വൈ എക്സ് ആവും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ബി വൈ എക്സ് കാണാനുള്ള ഇക്വേഷനിൽ ഈ താഴെ ഭാഗം മാത്രമേ ചേഞ്ച് ആവുള്ളൂ. ഇവിടെ നോക്കുക, ബി എക്സ് വൈയിൽ സിഗ്മ ഡി വൈ സ്ക്വയർ ആയിരുന്നു, ബി വൈ എക്സ് ആവുമ്പോൾ സിഗ്മ ഡി എക്സ് സ്ക്വയർ ആവും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ റിഗ്രഷൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് റിഗ്രഷനിൽ നിന്ന് കോറിലേഷൻ കണ്ടുപിടിക്കാം. അതിനുള്ള ഇക്വേഷനാണ് ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ് എന്ന് പറയുന്നത്. സോ ഇതാണ് റിഗ്രഷൻ ഇക്വേഷൻ്റെ മൊത്തം ഇക്വേഷൻ. നമുക്കിനി ഒരു പ്രോബ്ലം നോക്കാം. സോ ഇതാണ് പ്രോബ്ലം. ദ ഫോളോയിങ് ഡാറ്റ റിലേറ്റ്സ് ടു മാർക്സ് അവാർഡഡ് ബൈ 2 ജഡ്ജസ്. മാർക്സ് അവാർഡഡ് ബൈ 2 ജഡ്ജസ് എ ആൻഡ് ബി ഫോർ 7%. 7 പേർക്ക് കിട്ടിയ മാർക്കാണ് തന്നിരിക്കുന്നത്. സോ ഇനി ചോദിച്ചിട്ടുണ്ട്, ഇഫ് എ ഗിവ്സ് 36 മാർക്സ് ടു 8%, വാട്ട് മാർക്സ് വിൽ ബി ഗിവൺ ബൈ ബി? ഇതാണ് ക്വസ്റ്റ്യൻ. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 7 പേർക്ക് കിട്ടിയ മാർക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് എ എന്ന് പറഞ്ഞ ആൾ 36 മാർക്ക് ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ബി എത്ര മാർക്ക് കൊടുക്കും? സോ നമുക്ക് എ തന്നിട്ടുണ്ട്, ബി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സോ നമുക്ക് ഇവിടെ എന് നമുക്ക് എക്സ് ആയിട്ട് കണക്കാക്കാം, ബീന് നമുക്ക് വൈ ആയിട്ട് കണക്കാക്കാം. സോ എക്സ് നമുക്ക് തന്നിട്ടുണ്ട് 36 ആണെന്ന്. സോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വൈ ആണ്. സോ നമ്മളിവിടെ ഏത് ഇക്വേഷനാണ് ചെയ്യേണ്ടത്? എക്സ് ഓൺ വൈ ആണോ വൈ ഓൺ എക്സ് ആണോ? വൈ ഓൺ എക്സ് ആണ് ചെയ്യേണ്ടത്. കാരണം എന്താ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? വൈനെയാണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് 36 എന്നുള്ളത്. സോ നമുക്ക് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ നമ്മൾ കോറിലേഷനിൽ വരയ്ക്കുന്ന സെയിം കോളംസ് തന്നെയാണ് വരയ്ക്കേണ്ടത്. സെയിം കോളംസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ അസ്യൂംഡ് മീൻ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ എക്സും വൈയും ഡി എക്സ് ഡി വൈ ഡി എക്സ് സ്ക്വയർ ഡി വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ എന്നുള്ള കോളംസ് ചെയ്യുക. ഇതിപ്പോൾ എല്ലാവർക്കും ചെയ്യാനറിയാം. സോ എന്നിട്ട് എല്ലാ കോളംസും നമ്മളിവിടെ ടോട്ടൽ ചെയ്യണം. ഈ സ്റ്റെപ്പ് കോറിലേഷനിലുള്ള സെയിം സ്റ്റെപ്പ് തന്നെയാണ്, അതേ കോളംസ് തന്നെയാണ്, കോളംസിൽ ഒരു ചേഞ്ചുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കണം. എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാം, മീനാണ്. മീൻ കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാം, സിഗ്മ എക്സ് ബൈ എൻ സിഗ്മ വൈ ബൈ എൻ. സോ സിഗ്മ എക്സ് 245 ഡിവൈഡഡ് ബൈ എൻ 7 ആണ്. സോ 35. നെക്സ്റ്റ് 227 ഡിവൈഡഡ് ബൈ 7 32.4 ആണ്. സോ അത് രണ്ടും നമുക്ക് കിട്ടി. ഇനി അടുത്തതാണ് നമ്മൾ ഇക്വേഷൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു റിഗ്രഷൻ ഇക്വേഷൻ
വൈ ഓൺ എക്സ് ആണ് ഇവിടെ ചെയ്യേണ്ടത്. കാരണം എന്താ, നമുക്ക് തന്നിരിക്കുന്നത് എയുടെ വാല്യൂ ആണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ് ആണ്. എക്സിൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. വൈ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ അത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻ കണ്ടുപിടിക്കണം. റിഗ്രഷൻ ഇക്വേഷൻ കണ്ടുപിടിച്ച് ആ ഇക്വേഷൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇക്വേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇക്വേഷൻ ഉണ്ടാക്കാൻ നമുക്കറിയാം ഇക്വേഷൻ്റെ ഫോർമാറ്റ് എന്താ, വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ എന്നാണ് അല്ലേ. സോ ഈ ഇക്വേഷനിൽ നമുക്ക് എക്സ് ബാർ കിട്ടി, വൈ ബാർ കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നത് ബി വൈ എക്സ് ആണ്. സോ ബി വൈ എക്സ് കാണാനുള്ള ഇക്വേഷൻ എൻ സിഗ്മ ഡി എക്സ് ഡി വൈ മൈനസ് സിഗ്മ ഡി എക്സ് ഇൻറ്റു സിഗ്മ ഡി വൈ ഡിവൈഡഡ് ബൈ എൻ സിഗ്മ ഡി എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ ഡി എക്സ് ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇക്വേഷനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്കറിയാം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇതിൻ്റെ ടോട്ടൽസ് ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ആണ്. സിഗ്മ ഡി എക്സ് ഡി വൈ 206, സിഗ്മ ഡി എക്സ് 35, സിഗ്മ ഡി വൈ 17, സിഗ്മ ഡി എക്സ് സ്ക്വയർ 381, നെക്സ്റ്റ് 35 ഹോൾ സ്ക്വയർ. സോ ഇത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബി വൈ എക്സ് ഒരു ആൻസർ കിട്ടും. ആ ആൻസറാണ് ഇവിടെ 0.58 എന്ന് പറയുന്നത്. സോ 0.58 ആണ് നമ്മുടെ ബി വൈ എക്സ്. നമ്മുടെ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 0.58 ആണ്. ഇനി ഈ 0.58നെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്കിപ്പോൾ വൈയും എക്സും എത്രയാണെന്ന് അറിയില്ല, ബാക്കി വൈ ബാർ എത്ര അറിയാം, എക്സ് ബാർ എത്ര അറിയാം, ബി വൈ എക്സ് എത്രയാണെന്ന് അറിയാം. സോ ആ വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഇക്വേഷനെ ചെറുതാക്കാൻ പോവുകയാണ്. സോ എന്താവും, 0.58ന് നമ്മൾ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0.58 എക്സ് എന്നാവും അല്ലേ. നെക്സ്റ്റ് 0.58നെ -38 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 22.04 എന്ന് ആവും. നെക്സ്റ്റ് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക, ഈ വൈൻ്റെ അടുത്തുള്ള -32.4നെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്താവും, അത് പ്ലസ് ആവും. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 10.36 പ്ലസ് 0.58 എക്സ്. വൈ ഈക്വൽ ടു 10.36 പ്ലസ് 0.58 എക്സ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ഇതാണ് നമ്മുടെ വൈ ഓൺ എക്സ് എന്ന് പറയുന്ന ഇക്വേഷൻ. കാരണം നോക്കി നോക്കും, വൈ ഈക്വൽ ടു എന്നാണ് വരുന്നത്. വൈ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇനി ഇവിടെയുള്ള ഈ എക്സിൻ്റെ സ്ഥാനത്ത് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്രയായിരുന്നു നമ്മളോട് പറഞ്ഞ്, എ ഒരാൾക്ക് 36 മാർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബി എത്ര മാർക്ക് കൊടുക്കും എന്നാണ് പറഞ്ഞത്. സോ ഈ ഇക്വേഷനിൽ എക്സിൻ്റെ സ്ഥാനത്ത് ഈ 36 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ വൈ കിട്ടും. സോ അത് ചെയ്യാം. അത് ചെയ്യുമ്പോൾ ഇവിടെ നോക്കുക, ബി വൈ എക്സ് എന്ന് പറയുന്നത് 0.58, എക്സ് എന്ന് പറയുന്നത് 36 ആണ്. അതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. എക്സ് ബാർ 38 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ വൈ ഈക്വൽ ടു 33.5 എന്ന് കിട്ടി. സോ എക്സ് ഒരാൾക്ക് 36 മാർക്ക് കൊടുക്കുകയാണെങ്കിൽ വൈ അയാൾക്ക് 33.5 മാർക്ക് കൊടുക്കും. സോ ഇങ്ങനെയാണ് ഒരു റിഗ്രഷൻ്റെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക. അധികം ക്വസ്റ്റ്യൻസിലും എക്സ് ഓൺ വൈ കാണാനും വൈ ഓൺ എക്സ് കാണാനും ചോദിക്കും. സോ ഇക്വേഷൻ നമ്മൾ ആദ്യം ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ടുള്ള സബ് ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സ് ഇത്രയാണെങ്കിൽ വൈ എത്രയാവുന്നു. സോ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എക്സ് ഓൺ വൈയിൽ കൊടുക്കേണ്ടത് എക്സ് ഓൺ വൈയിൽ കൊടുത്ത് ആൻസർ കണ്ടുപിടിക്കുക, വൈ ഓൺ എക്സിൽ കൊടുക്കേണ്ടത് വൈ ഓൺ എക്സിൽ കൊടുത്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക. ഇങ്ങനെയാണ് റിഗ്രഷൻ്റെ ബേസിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക.